ദൈവത്തിന്റെ തന്നെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലെങ്കിലും നാം വായിക്കുന്നു, നാം ചില ആളുകളെ മുമ്പ് കൂട്ടി അയക്കുക, അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ടുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. മോശയോട് ഗോത്രത്തിലെ പ്രഭുക്കന്മാർ പറയുകയാണ്, കനാൻ ദേശം ഉറ്റുനോക്കുവാനായി പോകുന്ന ഒരു പ്രത്യേക ഇത് കാദേശ് ബർണയിൽ എത്തപ്പെട്ട ഒരു സ്ഥലം. കാദേശ് ബർണ എന്ന് പറയുന്നത് പാലസ്തീന്റെ പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഹെബ്രോൻ മലയാണ്, ഒരു ബോർഡറാണ്. അതായത് ഈജിപ്തിൽ നിന്ന് ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈജിപ്റ്റ്, അന്നത്തെ മിസ്രൈമിൽ നിന്ന് കരമാർഗം ചെറിയൊരു വിടവിൽ കൂടി പാലസ്തീനിലേക്ക് കടക്കാവുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശമാണ്. പക്ഷെ ഇച്ചിരി മലമ്പ്രദേശമാണ്. അപ്പോൾ ഇവരെ കാദേശ് ബർണയിൽ എത്തപ്പെട്ടപ്പോൾ അവര് മലയിൽ കൂടി മല കയറിയാണ് സ്കൂൾ താവയോളം പോയി അവിടെ നിന്നുള്ള ഫലങ്ങൾ ശേഖരിച്ചു. രണ്ടുപേർ മുന്തിരിക്കുലയുമായി കടന്നു. രണ്ടുപേർക്കും പോക്കണം, ഒരാൾക്ക് പൊക്കുവാൻ കഴിയുന്നില്ല, അത്രയ്ക്ക് വലിയ മുന്തിരിക്കുല. അപ്പോൾ പാലും തേനും ഒഴുകുന്ന ഒരു ദേശമാണെന്നും അവിടുത്തെ ഫലവൃക്ഷങ്ങളുടെ സമൃദ്ധി, ആ രാജ്യത്തിന്റെ ആ ദേശത്തിന്റെ സമൃദ്ധിയെ കുറിച്ചൊക്കെ അവർ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ അവർ എന്ത് കണ്ട അനാക്കിനെയും അമോര്യരുടെ വലിയ ശക്തികളെയും കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. അവർ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്, അവിടെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ പ്രഭാത സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ യഹോവ നമ്മെ പകയ്ക്കയാൽ നമ്മെ നശിപ്പിപ്പാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര വേദനാജനകമായ ഒരു കാര്യമാണ് ഈ യഹൂദന്മാർ അല്ലെങ്കിൽ ഈ പിതാക്കന്മാർ ഇവിടെ ദൈവത്തിന് വിരോധമായി അവർ പിറുപിറുക്കുന്നത്. അവരുടെ മുമ്പിൽ എത്രയോ അത്ഭുതങ്ങൾ, 9 ബാധ ഇസ്രായേലിനെ മുഴുവൻ അടിമുടി നശിപ്പിക്കുന്ന ബാധകളായിരുന്നു. നമ്മൾ ബാധ എന്ന് പറയുമ്പോൾ ആ ബാധയെക്കുറിച്ച് നമ്മൾ ഓരോ ബാധകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ, ആ രാജ്യത്തിന്റെ കൾച്ചറൽ ഇംപ്രൂവ്മെന്റ്, സകലത്തെയും നശിപ്പിക്കുന്ന ബാധകളാണ് മിസ്രൈമിൽ ദൈവം ചെയ്തത്. 10-ാമത്തെ ബാധയിൽ കൂടി 10,000-കണക്കിന് ആദിജാതന്മാർ മിസ്രൈമിൽ സംഹരിക്കപ്പെട്ടു. ഇതെല്ലാം ആർക്കു വേണ്ടിയായി കർത്താവ് ചെയ്തത്? ഇതെല്ലാം ഈ ജനത്തിന് വേണ്ടിയാണ് ചെയ്തത്. എബ്രാഹിമിന് വേണ്ടി, അബ്രഹാമിന്റെ സന്തതി അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് വാഗ്ദത്തം ചെയ്തതിന് നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത് ദൈവത്തിന്റെ പൈതലേ. ഇങ്ങനെ നിൽക്കുമ്പോൾ ആമീസത്ത് നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കുന്നു. എന്നാലും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നാം എത്തി നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ എത്രയോ ദൈവത്തിന് വിരോധമായി സംസാരിക്കാറുണ്ട്. നമ്മൾ ചോദിക്കുന്നു, ദൈവത്തിന് വിരോധമായിട്ട് എന്ത് സംസാരിച്ചെന്ന്. പ്രവാചകൻ പറയുന്നു, യഹൂദന്മാർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ദൈവത്തിന് വിരോധമായി സംസാരിച്ചത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദൈവം നീതിമാന്മാരോട് കരുണ കാണിക്കുന്നതിൽ ദുഷ്ടനെ അവൻ എന്ത് ചെയ്യുന്നു, ഒരുപാട് വളർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും ദൈവത്തിന് വേദനയും, നമ്മളോട് ദൈവത്തിന് ക്ഷമിക്കപ്പെടുവാൻ കഴിയാത്തുള്ള തെറ്റുമാണെന്നുള്ള ഒരു വസ്തുത പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. ഇവിടെ ഇവർ കടന്നുപോയി അടയാളം അന്വേഷിച്ച് യഹൂദന്റെ മുമ്പിൽ ദൈവം അടയാളം കൊടുത്തു. 2 പേർ താങ്ങിക്കൊണ്ട് മുന്തിരിക്കുലയുമായി ഇവിടെ തിരികെ മടങ്ങി വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവർ പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവ, അതിന്റെ 27-ാമത്തെ വാക്യം, യഹോവ നമ്മെ പകയ്ക്കയാൽ നമ്മെ നശിപ്പിപ്പാണ്ടൊക്കെ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനാകുന്നു മിസ്രൈമിൽ നിന്ന് നമ്മെ ഇവിടെ കൊണ്ടുവന്നു. എത്ര ദുഃഖകരമാ! ഒരു സാധാരണ മനുഷ്യർ വായിച്ചാൽ പോലും എത്ര സങ്കടകരമായ ഒരു കരടിയോട് അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന മരുഭൂമിയിൽ ഒരമ്മ അവരെ വഹിക്കുന്നത് പോലെ ദൈവരെ വഹിച്ച ദൈവത്തിന്റെ പൈതലേ, എത്ര കരുണയോടെ. നിങ്ങളുടെ എൻ്റെ പഴയകാല ജീവിതത്തിലേക്കൊന്ന് നോക്കി, എത്ര ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ ഉയർത്തിയത്. അധ്വാനിക്കാൻ അവൻ ബലം തന്നിട്ടല്ലേ? 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഉന്നതമായ ജോലി ദൈവം തന്നിട്ടല്ലേ നല്ല വീടുകൾ ഉണ്ടാക്കിയത്? ഇന്ന് മക്കൾ അമേരിക്കയിലും UK ഒക്കെ ഉന്നതമായ പദവിയിലായിരിക്കുന്നു. എങ്ങനെ അവരായിരുന്നത്? ഉടയതമ്പുരാനല്ലേ അതിനെല്ലാം വഴി തുറന്നത്. നീ എന്താ ചെയ്തത്? നീ കലക്കവെള്ളത്തിൽ പോയി മുങ്ങി സ്നാനപ്പെട്ടു. നീ ദൈവത്തെ ആരാധിപ്പാനായി പോകുന്നു. അതല്ല, നീ എന്താ ദൈവത്തിന് കൊടുത്തത് ദൈവത്തിന്റെ പൈതൽ? പക്ഷെ ദൈവം നിന്നെ എത്ര അരുമയോടെ,
എത്ര എത്ര ആശ്ചര്യകരമായി നിന്നെ എന്നെയും ദൈവം സ്നേഹിച്ച് ഈ സ്നേഹത്തെ മറന്നുപോയിട്ട് പലപ്പോഴും നാം ദൈവത്തിന്റെ നേരെ പിറുപിറുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഈ പ്രഭാത സമയത്ത് നമ്മളൊന്ന് ശോധന ചെയ്തിട്ട് വേണം നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ പുനരാരംഭിക്കുവാൻ. ദൈവം എത്രയോ നന്മകൾ ചെയ്തു. യഹൂദൻ നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് കേട്ടോ, നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളോടുള്ള പക കൊണ്ട് നമ്മളെ മിസ്രൈമിന്റെ കയ്യിൽ ഏൽപ്പിച്ച്, അമോര്യയുടെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മളെ കൊല്ലുവാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നവർ. അവിടെ അനാക്കിന്റെ മല്ലന്മാരുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പൊക്കമുള്ള വലിയ ജാതികളുണ്ടെന്ന്. എന്തുകൊണ്ട് ദൈവത്തിന്റെ മുമ്പേ പൊക്കവും നീളം നോക്കുന്നേ? സർവശക്തനായ ദൈവം ഇസ്രായേലിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി എത്രയോ ഏറ്റവും വലിയ ശക്തമായ ഭരണമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. ആ കാലഘട്ടത്തിൽ ഫറവോനായിരുന്നു ലോകത്തെ മുഴുവൻ കീഴടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഫറവോനെ ന്യായം വിധിക്കുവാൻ കഴിയുന്ന നിന്റെ ദൈവത്തിന് ഈ അമോര്യരുടെ അനാക്കി മല്ലന്മാരെ തകർത്ത് കളയേണ്ട പാട്. അതുകൊണ്ടാണ് യോശു ഒറ്റയ്ക്ക് കയറി അനാക്കിന്റെ മല്ലന്മാരെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ബലം കൊടുത്തത്. കേട്ടോ ദൈവത്തിന്റെ പൈതൽ, നിന്നെ കൊണ്ട് കഴിയത്തില്ലെങ്കിൽ അവൻ നിന്നെ മാറ്റി നിർത്തിട്ട് വേറൊരുവിനെ ഏൽപ്പിക്കും ദൈവം. അവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. പിറുപിറുക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? മരുഭൂമിയിൽ പട്ടുപോകുവാൻ്റെ കൊണ്ടുവിടുക. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവത്തിന്റെ നേരെ പിറുപിറുക്കുവോ? ഞാൻ ഈ വാക്യം വീണ്ടും ഒരു 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 സ്നേഹസന്ദേശത്തിൽ കൂടെ ആവർത്തിക്കുകയാണ്. പിറുപിറുപ്പ് അവിശ്വാസവും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം കളഞ്ഞിട്ട് ആമി സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? അവരങ്ങ് വലിയ പൊക്കമുള്ളവരാണെന്നാ പറയുന്നത്. ഇവിടെ ഈ ശരിയാണ്, ഭൂമിശാസ്ത്രപരമായി ഈജിപ്തിന്റെ പാലസ്തീന്റെ പടിഞ്ഞാറ് തെക്ക് ബോർഡറാണ് ഈ കാണുന്ന സ്ഥലം. ഈ ഈ ഈ എന്ന് പറഞ്ഞ അനാക്കി മല്ലന്മാരുടെ ഹെബ്രോൻ മല, ആ ഭാഗം, അതിൽ കൂടെയാണ് ഇവർക്ക് കയറേണ്ടത്. ഇവരുടെ ചിന്ത ഈ പർവ്വതത്തിൽ കൂടി നിങ്ങൾ കുഞ്ഞുകുട്ടികളെ എങ്ങനെ കയറുമെന്നായിരിക്കും ഒരുപക്ഷെ. പക്ഷെ ദൈവം അവർക്ക് വേണ്ടി അവിടെ ഒരു വഴി ഒരുക്കിയിട്ടാണ് അവരെ കാദേശപരനെ കൊണ്ടുവന്നത്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ മുമ്പിൽ ഒരു പക്ഷെ വഴിയൊന്നും കാണുന്നില്ല, പക്ഷെ ഒരു വഴി ഒരുക്കിയിട്ടല്ലാതെ ദൈവം ഒരിടത്തോട്ടും കൊണ്ടുപോകത്തില്ല ആരെയും. ഒരു വഴി ദൈവം ഒരുക്കിയിട്ട് തന്നെയാണ് നിന്നെയും എന്നെ ഒരിടത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ ഒന്ന് താഴ്ത്താനും ഒന്ന് പരിശോധിക്കാനും വേണ്ടി നമ്മുടെ മുമ്പിൽ ചില പർവ്വതങ്ങളെ, ചില അനാക്കിന്റെ വലിയ ശക്തികളും ഒക്കെ ദൈവം കാണിച്ച്, പ്രതികൂലത്തിന്റെ ചില നീടലുകൾ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ കാണിക്കും. പക്ഷെ ദൈവത്തിന്റെ പൈതൽ നീ ഓർത്തുകൊള്ളണം, നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കും, നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുമെന്നുള്ളത്, നിനക്ക് ലഭിക്കുവാനുള്ളത് നിനക്ക് തരുമെന്നുള്ള ഉറപ്പ് ദൈവത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്തിൽ നീ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട അതേ സമയത്ത് നിന്റെ ഹൃദയത്തിലുണ്ടെന്ന വിശ്വാസം ഇപ്പോൾ ഈ ഹെബ്രോൻ മലയുടെ ഈ താഴ്വാരങ്ങളിലെ അനാക്കിന്റെ ശക്തികളുടെ മുമ്പിൽ നീ ആയിരിക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ നീളിൽ നീ ആയിരിക്കുമ്പോൾ നീ വിശ്വസിച്ചോളൂ, ഞാൻ ഇറക്കിക്കൊണ്ടുവന്ന ദൈവം ഇതിനപ്പുറത്ത് എനിക്കൊരു നന്മ വെച്ചിട്ടുണ്ട്. അന്ന് വിശ്വസിച്ചൊരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നമ്മൾ ഇന്നുണ്ടോ ദൈവത്തിന്റെ പൈതൽ? ഇല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നമുക്ക് താഴ്ത്തി നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ ഇറങ്ങിയ നാളുള്ള വിശ്വാസം എനിക്ക് ഈ ദിവസങ്ങളിലും ഈ നാളുകളിലും എനിക്ക് തന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കീഴടക്കി എനിക്ക് പ്രാപിപ്പാൻ എന്നെ ശക്തനാക്കണം, എന്നെ ബലപ്പെടുത്തണം, നിന്റെ കരം എനിക്ക് വേണ്ടി നീട്ടണമെന്ന് കണ്ണുനീരോട് നമുക്ക് അപേക്ഷിക്കാം. വചനങ്ങളാൽ ദൈവം നമ്മളെ